നമസ്കാരം. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിവരുന്ന കോടികളുടെ അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്നലെയും കൂടി നിങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ന് തെളിവുകളും അതിനെല്ലാം ഇരയായവരുടെയും വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വയനാട്ടിൽ ജീവനൊടുക്കിയ DCC ട്രഷററും മകനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കോഴ ഇടപാടിന്റെ ഇരകളാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോടികൾ വാങ്ങി കുരുക്കിൽപ്പെട്ടാണ് DCC ട്രഷറർ ബത്തേരി മണിച്ചിറക്കൽ NM വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയത്. ഇതാണ് ഇന്ന് പുറത്തുവന്ന വാർത്തകൾ. വിജയൻ KPCC പ്രസിഡന്റ് K സുധാകരൻ അയച്ച കത്തും ഈ വാർത്തയോടനുബന്ധിച്ച് പുറത്തു വന്നിരുന്നു. ബത്തേരി അർബൻ ബാങ്കിലെ നിയമനത്തിന് IC ബാലകൃഷ്ണൻ MLAക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങി നൽകിയ തുക നിയമനം നൽകാത്തതിനാൽ തിരികെ കിട്ടാൻ ഇടപെടണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പണം നൽകിയ ഒരു ഉദ്യോഗാർത്ഥിയുടെ പിതാവുമായി വിജയൻ ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു. പണം നൽകിയ ഉദ്യോഗാർത്ഥികളുടെ നിന്ന് കരുതുന്ന പട്ടികയും പ്രചരിക്കുന്നുണ്ട്. 7 പേരിൽ നിന്ന് 1.18 കോടി രൂപ കോഴ വാങ്ങിയതായാണ് വ്യക്തമാക്കുന്നത്. കോഴ നൽകിയിട്ടും ജോലി കിട്ടാതായതോടെ ഉദ്യോഗാർത്ഥികൾ പണം തിരിച്ചു കിട്ടാൻ വിജയനെ സമീപിച്ചിരുന്നു. പണം തിരിച്ചു കൊടുക്കാനാകാത്തതിന്റെ മനോവിഷമത്തിലായിരുന്നു വിജയൻ. കോടികളുടെ ബാധ്യത ചുമലിലായതോടെയാണ് ജീവനൊടുക്കിയത്. 24-ന് രാത്രിയാണ് വിജയനെയും മകനെയും വിഷം അകത്തു ചെന്ന നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളി വൈകിട്ടോടെയാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇരുവരും മരിച്ചത്. ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും DCC മുൻ ജനറൽ സെക്രട്ടറിയുമാണ് വിജയൻ. സംഭവശേഷം വീട്ടിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് എടുത്തു മാറ്റിയതായും പരാതിയുണ്ട്. വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കൾ വർഷങ്ങളായി നടത്തുന്ന നിയമന തട്ടിപ്പുകളുടെ തുടർച്ചയാണിത്. സംഭവത്തിൽ KPCC നേതൃത്വം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. നേതാക്കൾക്ക് വാങ്ങി നൽകിയ പണം തിരിച്ചു കൊടുക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് K സുധാകരന് നേരത്തെ വിജയൻ അയച്ച കത്ത് പുറത്തുവന്നു. നടപടി ഉണ്ടാകാത്തതാണ് വിജയന്റെയും മകന്റെയും ദാരുണ മരണത്തിനിടയാക്കിയതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്ഷേപം. പണം വാങ്ങിയ സംഭവത്തിൽ KPCC അന്വേഷണം നടത്തിയിരുന്നതായി DCC പ്രസിഡന്റ് ND അപ്പച്ചൻ സ്ഥിരീകരിച്ചു. എന്നാൽ നടപടി ഉണ്ടായില്ല. വീണ്ടും അന്വേഷിക്കാൻ KPCCയോട് ആവശ്യപ്പെടുമെന്നും അപ്പച്ചൻ പറഞ്ഞു. തനിക്കെതിരെ പുറത്തു വന്ന രേഖകൾ വ്യാജമാണെന്ന് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാനിരിക്കുകയാണ്. താൻ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പരാതിക്കാർ പുറത്തു വരാത്തതെന്നും MLA ചോദിക്കുന്നുണ്ട്. സംഭവത്തിൽ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM MLA ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്താനിരിക്കുകയാണ്.